പ്രിയമുള്ളവരെ, കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്നൊരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അപകടത്തിൽപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള രാജേഷ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവന് തൃണവൽക്കരിച്ചുകൊണ്ട് രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയതാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ഞാൻ പറയാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടുന്നത്. ഈ 2 ദിവസത്തിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരു ഫ്രീസർ പോലും ഇല്ലാതെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് നാറ്റമടിച്ചിട്ട് മറ്റൊരു ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. നമ്മുടെ ഈ ഭരണകൂടം ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ഖേദകരമാണ്. ഈ സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ. ഇത് ഗവൺമെൻറ് നേരിട്ടൊരു അവരുടെ നിയന്ത്രണത്തിലാക്കിയാൽ, നേതൃത്വം കൊടുത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ പറ്റുകയുള്ളൂ. രാജേഷിൻ്റെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു.